ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മോഡസ്റ്റ് വെയർ ആണ്. അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് മോഡൽസുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ സ്ലീവാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. വൈറ്റ് ചിക്കൻ കറിയുടെ മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ജാക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ജാക്കറ്റിൻ്റെ സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ജാക്കറ്റ് പോലെയാണ് നമ്മളിത്. ജാക്കറ്റ് ഫ്രണ്ട് ഓപ്പൺ ഒന്നുമില്ല, ഫ്രണ്ട് ഓപ്പൺ ഇല്ലാതെ ഒരു ഉടുപ്പ് പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഉള്ളിൽ ബ്ലാക്ക് ലെങ്തിൽ വരുന്ന ഒരു ടോപ്പും പിന്നെ പുറത്തൂടെ ഇതുമാണ്. അങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിനുള്ള സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത്, നോർമൽ സ്ലീവ് ഫുൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ നമുക്കത് കട്ട് ചെയ്തു. എന്നിട്ട് താഴ്ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് താഴെ വന്നേ ബാലൻസ് വരുന്ന എല്ലാം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ലെവലാക്കി കൊടുക്കുക. ആ റൗണ്ട് വരുന്നത് മാത്രം നമ്മൾ സ്കാലപ്പ് പോലെ വരും. അപ്പോൾ താഴ്ഭാഗം ആ രീതിക്ക് മാത്രം എടുക്കുക, കട്ട് ചെയ്ത്. എന്നിട്ട് നമുക്ക് ടോപ്പിനുള്ളത് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തു. ഇനി ടോപ്പായിട്ട് ജാക്കറ്റിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് 21 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ലെങ്ത് 21 എടുത്തിരിക്കുന്നത്. ഷോൾഡർ എടുത്തു, അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇതാ കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് 6 എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതാ നെക്ക് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് 2 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാ ലെങ്ത് നെക്കിൻ്റെ വിട്ട് 2 ഇഞ്ചും ലെങ്ത് ഇച്ചിരി കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 7 ഒക്കെ വരാൻ പാകത്തിന് ലെങ്ത്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഇറങ്ങിയിട്ടുള്ള നെക്കാണ്, വൈഡായിട്ടുള്ളതാണ്. വി ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മടക്കിയിട്ടിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നെ നെക്ക് നമ്മൾ അടിച്ചു മറിക്കുന്ന ഒന്നുമില്ല, ഇതൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. സൈഡ് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നെക്ക് നേരം ആ റൗണ്ട് വരുന്ന ഭാഗങ്ങളെല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് നമ്മൾ വേണം കട്ട് ചെയ്യാനായിട്ട്. ആ ഫ്ലവറിൽ നിന്ന് നോക്കി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്യാത്ത രീതിയിൽ ബാലൻസ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നെക്കൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും ഭംഗി ഇതാണ്. ആ ഫ്ലവറിൻ്റെ സ്കാലപ്പ് പോലെ വരുന്നത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അതുപോലെ തന്നെ ഇരിക്കാൻ പാകത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ അതിനാണ് ഫുള്ള് അപ്പുറം ഇപ്പുറം എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലായിടവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഒരു വി മോഡലിൽ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഒരു പീസ് കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ, അപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇപ്പോൾ നോക്കിയേ വി ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല, താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല, നെക്കും സ്റ്റിച്ച് ചെയ്യുന്നില്ല, സ്ലീവിന് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല. അവിടെ എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് ഇതിന് ഭംഗി. നമുക്കിനി സ്ലീവ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ലീവ് കൈക്കുഴിയിൽ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല കൂടിയ ഐറ്റം മെറ്റീരിയലാണ്, ചിക്കൻ കറിയുടെ മെറ്റീരിയലാണ്. ഇതിന് നമുക്ക് ലേസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്നും കട്ട് ചെയ്ത് ലേസ് മോഡലൊക്കെ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തും സ്ലീവിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണിത്. അപ്പം ഞാൻ ഒരു സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ല സൂപ്പർ മെറ്റീരിയലാണിത്. അപ്പം ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് 2 സൈഡും ഇതുപോലെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ആ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ. നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് സൈഡും സ്റ്റിച്ച് ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ ഇനി നമുക്ക് ഇന്നർ സ്റ്റിച്ച് ചെയ്യണം. ഇന്നറിൻ്റെ നമുക്ക്
ഞാനിവിടെ ആദ്യം സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഇന്നർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വെറും 2 മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ 60 ഇഞ്ച് വിഡ്ത്തിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ വെറും 2 മീറ്ററിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. സ്ലീവിന് 1/2 മീറ്ററും പിന്നെ ബോഡി പാർട്ടിന് 1.5 മീറ്ററും അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇത് 60 ഇഞ്ച് വിഡ്ത്തിൻ്റെ തുണി ആയതുകൊണ്ടാണ് 2 മീറ്റർ മതിയാവുന്നത്. ഇപ്പോൾ അതാ നമ്മൾ ഈ 1.5 മീറ്റർ ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി നമുക്ക് 30 കിട്ടും. അതിൻ്റെ പകുതിയായിട്ട് എടുക്കുമ്പോഴത്തേക്കും 15 കിട്ടും. അങ്ങനെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഇന്നറിൻ്റെ താഴ്ഭാഗത്തിന് ഒരുപാട് വിട്ത് വരത്തില്ല, സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് വിട്ടില്ലായിരിക്കുന്നതായിരിക്കും ഇതിനെ ഭംഗി. അങ്ങനത്തെ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താലാണ് ഇത് ഭംഗിക്ക് കിടക്കുകയുള്ളൂ. ഔട്ടറും ഇന്നറും ഒക്കെ ഇടുമ്പോഴത്തേക്കും ഭംഗിയിലിരിക്കണമെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് വിട്ട് വേണ്ട, ആ രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇത് കണ്ടോ, ഷോൾഡർ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾക്ക് ഇവിടെ എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഷോൾഡറും പിന്നെ കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് പോകും. ഇതുപോലെ എന്നിട്ട് നമുക്ക് താഴേക്ക് ബാക്കി അടയാളപ്പെടുത്തി കൊടുക്കാം. ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുത്തു, ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് മൊത്തം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നെക്കാണ് പിന്നെ കട്ട് ചെയ്യാൻ. ഇതിൻ്റെ നെക്ക് നമ്മൾ ഹൈ നെക്കായിട്ടാണ് എടുക്കുന്നത്, ഇറങ്ങിയിട്ടല്ല. ഹൈ നെക്കായിട്ടിരുന്നാൽ മാത്രമേ അപ്പോൾ അതിനൊരു ഭംഗി വരുള്ളൂ. ജാക്കറ്റിന് നെക്ക് നമ്മൾ നല്ലൊരു വിട്ടിലും നല്ല ലെങ്തിലും ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഹൈ നെക്കായിട്ട് എടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ താഴ്ഭാഗം നമ്മളൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മെറ്റീരിയൽ സെപ്പറേറ്റ് ആക്കി കൊടുത്തു, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ഒരുപാടൊന്നും നമ്മൾ ഒട്ടും ഇറക്കുന്നില്ല. നമുക്ക് ഹൈ നെക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് 2 എടുക്കാം. 2 എടുത്തിട്ട് ലെങ്ത് ഇവിടെ നമുക്ക് ഒരു 2.5 3 വരാൻ പാകത്തിന് എടുത്തിട്ടുണ്ട്. 3 മതി, 3 അല്ല 2.5 അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അത് ഇതുപോലെ റൗണ്ടായിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പീസും ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴേക്കും ഇതുപോലെ ഒരു 1.5 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് എടുത്തു കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമുക്ക് നെക്ക് ചെറുതായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് തലയിൽ കൂടി കയറാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിൽ നമുക്കൊരു സിബ് വെച്ച് കൊടുക്കണം. അതിനുള്ള ഓപ്പണിങ്ങും കൊടുക്കണം. ഇതുപോലെ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ബാക്ക് പീസ് നമ്മൾ നെക്ക് ഇതുപോലെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ട് നെക്കും നമ്മളിവിടെ അടിച്ചു മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് നെക്കും അടിച്ച് മറിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ആ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെറിയ പീസ് നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ എടുത്താൽ മതി, നെക്കിൻ്റെ അതേ അളവിൽ. എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ച് അടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഉള്ളിലത്തെ പീസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് അതും മടക്കി ഒരു പ്രസവ അകലത്തിൽ നമുക്കതൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ചെറിയ പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചത്. അത് ചെറുതായിട്ട് മടക്കി കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് ഒരു പ്രസവ അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഷോൾഡറൊക്കെ എങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. 1 സൈഡ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ച് നമുക്ക് പിന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അന്നേരം വളരെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതുപോലെ ഔട്ടറും ഇന്നറും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ.
നമുക്ക് ഷോൾഡറെല്ലാം അടിച്ചതിന് ശേഷം ബാക്ക് പീസും നെക്ക് നമുക്കൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പ്രസവ അകലത്തിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ പൂട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. എന്നിട്ട് ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആ പീസ് ഇതിലേക്ക് വെച്ച് അടിച്ച് മറിച്ചെടുത്തിട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് എന്ന് വെച്ചാൽ നൂലൊന്ന് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ ആ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ മുകൾ സൈഡ് നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കിയിട്ടുണ്ട് ആ ചെറിയ പീസ്. എന്നിട്ട് വേണം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തിയിട്ട് മറിച്ച് വീണ്ടും മുകളിലേക്ക് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് പിടിച്ച് അത് കറക്റ്റായിട്ട് ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ചിട്ട് വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ആ പിന്നെ ചെറിയ പീസ് വെച്ചിട്ടുണ്ടല്ലോ, ആ പീസിൻ്റെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. ആ എൻഡ് വരെ നൂല് കട്ട് ചെയ്യാത്ത രീതിയിൽ ആ എൻഡ് വരെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. എൻഡ് വരെ കട്ട് ചെയ്തിട്ട് ആ മെറ്റീരിയൽ മറിച്ചെടുക്കണം. ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ചെടുക്കുക. നെക്കൊക്കെ മറിച്ചെടുക്കുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. സിബ് വെച്ച് കൊടുത്തിട്ട് അരികത്ത് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അരിക്ക് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരിക. താഴെ കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ സൂചി നിർത്തിയിട്ട് അടുത്ത സൈഡിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയിൽ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ സെൻറ്റർ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും അവിടെ നിന്നും പിന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴ്ഭാഗവും ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു സൂപ്പർ മോഡസ്റ്റ് വെയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും.
നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇതുപോലുള്ള മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ഏത് പ്രായക്കാർക്കും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന നല്ല മോഡൽ ഡ്രസ്സാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.